നമസ്കാരം. നീ ഇതുവരെ കരുതിയതുപോലെ നിന്റെ ജീവിതം കഷ്ടത്തിനായി എഴുതപ്പെട്ടതല്ല. പക്ഷെ നീ അനുഭവിച്ചത് സമൃദ്ധിയിലേക്ക് എത്തിയ ഒരുക്കങ്ങളായിരുന്നു. നീ എത്ര പരിശ്രമിച്ചാലും എന്തുകൊണ്ട് പണം പിടിക്കാതെ പോയി? പല രാത്രികളിലും ചിന്തിച്ചിട്ടുണ്ടാകാം. നീ ആകാശത്തോട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് മാത്രം എന്തുകൊണ്ട് എല്ലാം ബുദ്ധിമുട്ട്? പക്ഷെ സത്യം ഇതാണ്, യൂണിവേഴ്സ് ഒരിക്കലും നിന്നെ ശിക്ഷിച്ചിട്ടില്ല. അത് നിന്നെ പരിശീലിപ്പിക്കുകയായിരുന്നു. കാരണം സമൃദ്ധിക്ക് മുമ്പ് മനസ്സ് ശാന്തമാകണം. ഒരു കാലത്ത് ഒരാളുണ്ടായിരുന്നു. അവൻ നല്ലവനായിരുന്നു, പ്രയത്നശീലനായിരുന്നു. പക്ഷെ അവൻ്റെ കയ്യിൽ പണം നിലനിൽക്കില്ലായിരുന്നു. വന്നത് പോകും, കിട്ടിയത് തീരും. ഒരു ദിവസം അവൻ മനസ്സിലാക്കി, താൻ പണത്തെ പിന്തുടരുകയാണ്. പക്ഷേ പണം തന്നെയാണ് പിന്തുടരേണ്ടത്. അവൻ മാറ്റിയത് ജോലിയല്ല, ഭാഗ്യമല്ല. അവൻ മാറ്റിയത് തൻ്റെ ഉള്ളിലെ വിശ്വാസമായിരുന്നു. അവൻ ഇനി പരാതി പറയുന്നത് നിർത്തി, എനിക്ക് ഇല്ല എന്ന് പറയുന്നത് നിർത്തി. പകരം അവൻ പറഞ്ഞു തുടങ്ങി, എൻ്റെ ജീവിതത്തിലേക്ക് സമൃദ്ധി ഒഴുകുന്നു, പണം എന്നെ സ്നേഹിക്കുന്നു, യൂണിവേഴ്സ് എൻ്റെ വഴികൾ തുറക്കുന്നു. ആദ്യം ഒന്നും മാറിയില്ല, പക്ഷേ ഉള്ളിലൊരു ശാന്തി വന്നു. അത് വന്നപ്പോൾ അവസരങ്ങൾ വന്നു. അവസരങ്ങൾ വന്നപ്പോൾ സമ്പത്തും വന്നു. അന്ന് അവൻ മനസ്സിലാക്കി, സമ്പത്ത് പുറത്തു നിന്നുണ്ടാകുന്ന ഒന്നല്ല, അത് ആദ്യം ഉള്ളിൽ ജനിക്കുന്ന അവസ്ഥയാണ്. ഭയം നിറഞ്ഞ മനസ്സിൽ യൂണിവേഴ്സ് കുറവ് നൽകും. വിശ്വാസം നിറഞ്ഞ മനസ്സിന് യൂണിവേഴ്സ് സമൃദ്ധി നൽകും. ഇപ്പോൾ നീ ഈ ശബ്ദം കേൾക്കുന്നത് അവനെപ്പോലെ യാദർശികമല്ല. ഇന്നു മുതൽ നീ പണത്തെ തേടേണ്ട, സമ്പത്ത് തന്നെയാണ് നിന്നെ തേടി വരുന്നത്. കണ്ണടയ്ക്കൂ, നിന്റെ ചുറ്റും സ്വർണപ്രകാശം അനുഭവിക്കൂ. ഇത് സമൃദ്ധിയുടെ ഊർജമാണ്. അത് നിന്റെ വീട്ടിലേക്ക് ഒഴുകുന്നു, നിന്റെ ജീവിതത്തിലേക്ക് ഒഴുകുന്നു, നിന്റെ ഭാവിയിലേക്ക് ഒഴുകുന്നു. ഇന്ന് നിന്റെ ഉള്ളിൽ ഒരു തീരുമാനം പിറന്നു, ഞാനിനി കുറവിൽ ജീവിക്കില്ല, ഞാൻ സമൃദ്ധിക്ക് അർഹനാണ്. ഇത് തീരുമാനമല്ല, ഇത് യൂണിവേഴ്സ് നൽകിയ ആജ്ഞയാണ്. ഇനി ശ്രദ്ധിക്കൂ, ചെറിയ സഹായങ്ങൾ വരും, അപ്രതീക്ഷിത അവസരങ്ങൾ വരും. പണം പതിയെ നിന്റെ ജീവിതത്തിലേക്ക് നീങ്ങും. കാരണം സമ്പത്ത് ഇനി നിന്നെ തേടി വരികയാണ്. നാളെ നീ ഉണരുമ്പോൾ നീ പഴയ മനുഷ്യനായിരിക്കില്ല. നിന്റെ ഊർജം മാറിയിരിക്കും, നിന്റെ ഭാഗ്യം നീങ്ങി തുടങ്ങിയിരിക്കും. ഇത് അവസാനമല്ല, ഇത് സമൃദ്ധിയുടെ തുടക്കമാണ്. ഇനി സമ്പത്ത് നിന്നെ തേടി വരും.